ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി അല്ലേ. അപ്പോൾ എൻ്റെ അമ്മയുണ്ടെങ്കിൽ കർക്കിടക മാസം 1-ാം തീയതിക്ക് എല്ലാം കൂട്ടാങ്ങളൊക്കെ വെച്ച് സദ്യ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ കർക്കിടക 1-ാം തീയതി ഒരു വിശേഷമെന്ന് പറയുമ്പോൾ അന്ന് ഇറച്ചി വാങ്ങാതിരിക്കുകയില്ല. ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. ഞങ്ങൾ ആറ്റിങ്ങക്കാരാണ്. പിന്നെയാണ് ഞങ്ങൾ കടയ്ക്കൽ, എൻ്റെ അമ്മയുടെ സ്ഥലമാണിത്. പിന്നെ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി കടയ്ക്കൽ സ്ഥിരതാമസമായിട്ട്. ആദ്യം ഞങ്ങൾ ആറ്റിങ്ങലായിരുന്നു. അപ്പോൾ ആറ്റിങ്ങൽ വെച്ച് ഇറച്ചി കർക്കിടകം 1-ാം തീയതിക്ക് ഇറച്ചി വാങ്ങാതിരിക്കുകയില്ല. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ആയപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ അച്ഛനും മോളും കൂടി പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു. അച്ഛന് പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ മോൾ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് ഇവിടെ വന്നു. അങ്ങനെ മോളെയും വിളിച്ചുകൊണ്ട് പോയി അച്ഛനും മോളും കൂടി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചിക്കൻ കറി അങ്ങ് കർക്കിടകം 1-ാം തീയതി അല്ലേ. അപ്പം നമ്മുടെ അമ്പലത്തിൽ വായന നടക്കുന്നു. അപ്പം എൻ്റെ അമ്മയുടെ ബലിതർപ്പണത്തിന് പോയപ്പോഴത്തേക്ക് പിതൃപൂജ നടത്താൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിതൃപൂജ എന്ന് പറയുന്നൊരു കാര്യം ഏറ്റവും പ്രത്യേക ഒരു പൂജയാണ്. അതും കൂടി നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ബലിതർപ്പണത്തിൻ്റെ ഒരു പൂർണ്ണത വരുവുള്ളൂ ഒരു വർഷം. അപ്പോൾ അന്നേ തിരുമേനി പറഞ്ഞിരുന്നു പിതൃപൂജ ചെയ്യണമെന്ന്. അങ്ങനെ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് കർക്കിടകം 1-ാം തീയതി രാവിലെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എണ്ണ കയറിപ്പോയി പിതൃപൂജ ചെയ്തു. പാൽപ്പായസം കൊണ്ടുവന്നു. എന്നിട്ട് ബലിച്ചോറ് കാക്കയ്ക്കും കൊടുത്തു. അങ്ങനെ അതും ചെയ്തു. ഭഗവാനെ അമ്മയുടെ ആത്മാവിന് നല്ല ഒരു ഇത് കിട്ടി ഇതാവണേ എന്നുള്ള പ്രാർത്ഥന. ഇനി അമ്മ എങ്ങും പോയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് എവിടെ നോക്കിയാലും എൻ്റെ അമ്മയുടെ ഒരു ഇത് ഇതുണ്ട്. എൻ്റെ വീട്ടിനകത്ത് അമ്മ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, മറ്റിടത്തുണ്ട്. അമ്മയെ നോക്കുന്നിടത്തെല്ലാം എൻ്റെ അമ്മയുടെ ഒരു ഇതുണ്ട്. എൻ്റെ അമ്മ മരണപ്പെട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും അമ്മ ആ ഫോട്ടോയിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപം. അപ്പോൾ നമുക്ക് എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം ഈ വീട്ടിൽ എപ്പോഴും ഉണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഞാൻ മരിക്കുന്നത് വരെയും. എനിക്കതാണ് എൻ്റെ ആഗ്രഹവും. അങ്ങനെ അമ്മയുടെ പിതൃപൂജയും രാവിലെ ചെയ്തു. അങ്ങനെ ഇപ്പം ഞാനൊരു ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജന്മനാൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ മിഥുനത്തിൽ എൻ്റെ ജന്മനാളിന് എൻ്റെ അമ്മയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ അമ്മ മോളെ കൊണ്ട് പായസം വെപ്പിച്ചു, മോളെ കൊണ്ട് കേക്ക് ഉണ്ടാക്കിച്ചു. മോളെ ജന്മനാളിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ ഈ ജന്മനാൾ ഞാൻ നോക്കിയതുമില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞമ്മേരെ മോള്, ഞങ്ങൾ രണ്ടുപേരും ഒരു മാസത്തിൽ ഉള്ളതാണ്. അപ്പോൾ അവളുടെ ജന്മനാളിന് അവളെ മോള് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് അവരെല്ലാവരും കൂടെ വീട്ടിൽ കട്ട് ചെയ്യുന്ന ഫോട്ടോയൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു, മോളെ ഞങ്ങളൊരു മാസത്തിൽ ഉള്ളതാണ്. അവളെ മോള് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടേക്കുന്നു. എൻ്റെ ജന്മനാൾ ഏത് ദിവസമാണെന്ന് എനിക്കറിയാം. ഞാനും മോളും മോളും മിഥുനത്തിലുള്ളതാണ്, ഞാനും മിഥുനത്തിലുള്ളതാണ്. വയസ്സിൻ്റെതല്ല. എൻ്റെ മോളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോൻ കർക്കിടകത്തിലുള്ളതാണ്. മോൻ്റെ ജന്മനാൾ ഈ കർക്കിടക മാസം ആഗസ്റ്റിലുള്ളതാണ്. മോനും കൊച്ചുമോനും ആഗസ്റ്റിലുള്ളതാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ജന്മനാളൊന്നും ആഘോഷിക്കാനോ നോക്കാനോ ഒന്നിനും പോയിട്ടില്ല ഇതുവരെയും. ആ ഒരു ദിവസം പോലും ഞാൻ നോക്കിയതുമില്ല, അമ്പലത്തിൽ പോയതുമില്ല, ഒന്നും ചെയ്തില്ല. എനിക്കതിനുള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെയും. ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം എങ്ങനെയെങ്കിലും കിട്ടി പറ്റാനുള്ള ഒരു ഇതിനു വേണ്ടി ഞാൻ ഇടുന്നതാണ്. പിന്നെ മാത്രമല്ല, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് അതിൽ നിന്ന് എല്ലാവരും ചോദിക്കും പൈസ കിട്ടി തുടങ്ങിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നു.
ഞാൻ കഷ്ടപ്പെട്ട് വ്യൂസ് കയറി വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വയ്യാത്തൊരിത് വന്ന് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ അതിനൊരു ഇത്. ഇതുവരെയും എനിക്കതിൻ്റെ മോണിറ്റേഷനായി കിട്ടിയില്ല. മോണിറ്റേഷനായെങ്കിലല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇത് വരുള്ളൂ. അപ്പോൾ ഈ കൂടി വരുന്ന വ്യൂസ് എല്ലാം താഴോട്ട് പോയി. ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി. അപ്പോൾ പല പ്രാവശ്യവും ഞാൻ ഈ യൂട്യൂബ് അങ്ങ് നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു. എനിക്ക് 10 പൈസ കിട്ടാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ തുണ്ടം മീനൊക്കെ മേടിച്ച് എന്നും അതൊക്കെ ഇട്ട് വീഡിയോ ഇടണമെന്നും ഒക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ അതിനൊന്നുള്ള പൊരുൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ചാനലൊന്ന് എനിക്ക് മോണിറ്റേഷനായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി എന്തായാലും ഞാൻ മുന്നോട്ട് മാത്രം, പിന്നോട്ടില്ല. എങ്ങനെയായാലും എനിക്കത് ഒന്ന് മോണിറ്റേഷനാക്കി എൻ്റെ വീഡിയോ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ. പിന്നെ ശരീരത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. അതൊക്കെ ദൈവത്തിനെ അർപ്പിച്ച് ഞാൻ നടക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. പോകുന്നിടം വരെ പോട്ടെ. ഇല്ല, ഡോക്ടർ പറഞ്ഞതുപോലെ വണ്ടി പോകുന്നിടം വരെ പോട്ടെ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ പ്രശ്നം വെച്ച് എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നിടം വരെ പോട്ടെ എന്നുള്ളൊരിതിൽ. അപ്പം ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പം നമുക്ക് നല്ലൊരു ചെറിയൊരു ചിക്കൻ കറിയുടെ വീഡിയോയിൽ തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ പാനടുപ്പിലേക്ക് വെച്ചു. ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് എണ്ണ ഇടിക്കാം. അമ്പലത്തിൽ വായന നടക്കുന്നുണ്ട്. അമ്മയുടെ അമ്മ മരിച്ചപ്പോഴത്തേക്കും വായന ഉണ്ടായിരുന്നു. ഞങ്ങളതങ്ങ് അമ്പലത്തിൽ ആണ് നടത്തിയത്. നമ്മളെ തൊട്ട് മുറ്റത്ത് അമ്പലം കിടക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വീട്ടിൽ അതിൻ്റെ ഇത് ചെയ്യുന്നേക്കാളും അമ്പലത്തിൽ ചെയ്യുന്നതിലേ പുണ്യം. അങ്ങനെ നമ്മുടെ അമ്പലത്തിലായിരുന്നു. കടുക് ഇട്ടു, ഉലുവ ഇട്ടു. അതൊന്ന് കടുക് പൊട്ടട്ടെ. കറിവേപ്പിട്ട് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അടുത്തത് ചെറിയ ഉള്ളി, സവാള, തക്കാളിക്ക. ഒന്ന് തൊടുമ്പോഴേ അങ്ങ് ഇതായി പോവേ. എന്നിട്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. നമ്മളെപ്പോഴും സവാള കൂടുതൽ, കുറേ ആൾക്കാരൊക്കെ സവാള ഇട്ടങ്ങ് ഇറച്ചി വയ്ക്കും. അങ്ങനെ ആ സവാള ഇട്ടങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഇറച്ചി കൂട്ടാൻ വയ്ക്കുന്നതിന് ഒരു മധുരം വരും. നമ്മളെപ്പോഴും ചെറിയ ഉള്ളി വേണം
ഇറച്ചിയിൽ എപ്പോഴായാലും ചെറിയ ഉള്ളി വേണം തോനെ ചേർക്കാൻ. ഒരു ശകല സവാളയെ ചേർക്കാവും. ചെറിയ ഉള്ളി ചേർത്ത് ഇറച്ചി വയ്ക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ചെറിയ ഉള്ളി വേണം എപ്പോഴായാലും ഇറച്ചിക്ക് ചേർക്കാനായിട്ട്. അപ്പം നമുക്ക് അതൊന്ന് അടച്ചിടാം, അതൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് പൊടി ഐറ്റങ്ങളെല്ലാം ചേർക്കണം. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇരുട്ടാണോ? വെട്ടം കുറവുണ്ടോ? വെയിലടിക്കുന്നതുകൊണ്ടാണ്. അതൊന്ന് നല്ലപോലെ വാടിക്കിട്ടട്ടെ. ചിക്കൻ ബീഫും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ചിക്കൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. ബീഫൊന്നും തിന്നൂടാ. ബീഫെന്ന് പറഞ്ഞാൽ ചുവന്ന മീറ്റ് ഇറച്ചി മോക്കും അത്ര കഴിക്കുന്നത് ഉത്തമമല്ല. മോക്കും PCOD ഇതുള്ളതുകൊണ്ട് അത് കഴിക്കുന്നതിനോടത്ര നല്ലതല്ല. പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ കാലൊക്കെ വേദനയുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി ഈ തേക്ക് പള്ളിയിലോട്ടുള്ള തേരി ഞാനിപ്പം ഈ ചവിട്ടി കയറി പോകും. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഇന്നലെ ഇന്നലെ കയറിപ്പോയി. 4-ാം ദിവസം ഒരു ആവശ്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഇന്നാൾ പോയപ്പോഴത്തേക്ക് ഒട്ടും പോകാൻ വയ്യായിരുന്നു. മുട്ടങ്ങോട്ട് വിലക്കുന്നില്ലായിരുന്നു. അപ്പം ആ മുട്ട് വിലക്കാത്തതിൻ്റെ പ്രശ്നം വലിയൊരു ഇതാണ്. തേരി കയറല്, മുട്ട് വിലപ്പിക്കല്, കുത്തിയിരിക്കരുത്, അതൊക്കെ ഡോക്ടർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ഇങ്ങനെ മുട്ട് പൊടിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. പക്ഷേ ഞാനങ്ങനെ തന്നെയാണ് വിചാരിച്ച് നമ്മളെന്തോ ചെയ്യാൻ പറ്റും. ബസ്സിൽ തന്നെയാണ് എല്ലായിടവും പോവുകയും വരികയും എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഞാൻ പോവാതിരിക്കും, ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കും. പിന്നെ നമ്മൾ പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മോക്കുള്ള 1-2 കാര്യങ്ങൾക്ക് ഞാൻ പോയേ ഒക്കുള്ളായിരുന്നു. അവൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ പോയേ പറ്റൂ. അതിന് അവൾ പോയാൽ പറ്റില്ല. അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾക്ക് ഞാൻ പോവേണ്ടിയൊക്കെ വന്നു. അപ്പം നമുക്ക് പൊടിയിടാം. സാധാ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി നമുക്കിത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പം അതിന് എരിയുമില്ല, നല്ല ഒരു കളർ കിട്ടും. ഇത് മല്ലിപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയാണ്. കുരുമുളക് പൊടി. ഇനി നമുക്കത് പൊടിയൊന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഉള്ളിയും അതെല്ലാം കൂടി നല്ലപോലെ വറുത്തെടുക്കാം.
കരിയാതെ നോക്കിക്കൊള്ളണം. ഒത്തിരി ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ തട്ടിയിട്ടാലോ. നമുക്കൊന്ന് അടച്ചിടാം. ഇതൊന്ന് വേവട്ടെ. വീഡിയോ ഓണാക്കാൻ മറന്നു. ഇതൊക്കെ തന്നെ എൻ്റെ കാര്യങ്ങൾ. അപ്പം ചിക്കൻ തുറന്നു. ശക്കലം പൊടിയും എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം ചേർക്കണമല്ലോ. അല്ല നമ്മൾ വരട്ടി എടുത്തിട്ട് കണ്ട കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ. കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കപ്പ ഇറച്ചിയും കൂടെ ഒരു തട്ടാനുള്ള. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാനുള്ളത് മസാലപ്പൊടി. നമുക്ക് മസാലപ്പൊടി ഇടാം. മസാലപ്പൊടിയിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലായിടും ഒന്ന് ചേർത്ത് ഇനി നമുക്ക് ഉപ്പ് ഒന്നുകൂടെ ഇതായിട്ട് നോക്കിയാൽ മതി. നമുക്ക് അടച്ചിടാം. നമുക്ക് ചിക്കനൊന്ന് തുറന്ന് ഉപ്പൊക്കെ നോക്കിയാലോ. ഒക്കെ ഉണ്ട്. ഇനി ശക്കല കിടന്നൊന്ന് നെയ്യ് തെളിയുന്നൊരിത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ശകലം മല്ലിയില ഇട്ട് കൊടുക്കാം.
മല്ലിയില ഇട്ടു. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ടോ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ അടച്ച് അപ്പുറത്തേലോട്ട് മാറ്റിയിട്ട് നമുക്ക് കപ്പ ഇപ്പുറത്തോട്ട് മാറ്റാം. കപ്പ വേവുന്ന കപ്പയാണോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇറച്ചി വാങ്ങാൻ പോയപ്പം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പക്ഷെ കണ്ടിട്ട് നല്ല നല്ല വേവുന്ന കപ്പാണൊക്കെ. അതെല്ലാം വാങ്ങി വരണത് തിരിഞ്ഞാണ് വരണത്. കണ്ടിട്ട് നല്ലപോലെ വേവുന്ന കപ്പാണൊക്കെയാണ് തോന്നിയത്. വേവുന്ന കിഴങ്ങ് തന്നെ കേട്ടോ. നമ്മുടെ കിഴങ്ങെന്ന് പറയും, ഒരേ സ്ഥലത്ത് കപ്പയെന്ന് പറയും. നമ്മുടെ സ്ഥലത്ത് നമ്മൾ കിഴങ്ങെന്നാണ് പറയുന്നത്. ചിലർ മരിച്ചീനി എന്ന് പറയും. ഇതെല്ലാം ഇവിടെയും മരിച്ചീനി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ സാധാരണ കിഴങ്ങുണ്ടാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് തിളച്ച് ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി കൂടെ ഒന്ന് കിടന്നതാവട്ടെ. അമ്പലത്തിൽ വായന നടന്നുകൊണ്ടിരിക്കുന്നു. രാമായണ മാസമാണല്ലോ. ഈ മാസം വായനയുടെ ഒരു പ്രത്യേക ഒരിതാണ്. ക്ഷേത്രങ്ങളിൽ ഈ മാസം വായന നടത്തുന്നത് ഭയങ്കര ഒരു പുണ്യ ഒരിതാണ്. നമുക്കിപ്പം അമ്മയുടെ ആണ്ടിൻ്റെ അന്നും വായനയുണ്ടായിരുന്നു. പിന്നെ ആണ്ട് പറക്കുന്ന ചിങ്ങമാസം 1-ാം തീയതി അമ്പലത്തിൽ എല്ലാ വർഷവും ചിങ്ങമാസം 1 എൻ്റെ മോൻ്റെ വിളക്കാണ്. ഇതുവരെയും ഒരു വർഷം മാത്രം നമുക്ക് നടത്തിക്കൂടാതിരുന്നപ്പം മാറിയതേ ഉള്ളൂ. നമ്മൾ ഒരു വർഷം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിങ്ങമൊന്നും കിട്ടത്തില്ല. ആണ്ട് പറക്കണ നല്ലൊരു ദിവസമല്ലേ. ആ 1-ാം തീയതി മോൻ്റെ വിളക്കാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ ചിങ്ങമൊന്ന് ഇപ്പം കർക്കിടകം 1 ആയില്ലേ. അപ്പം നമുക്ക് കിഴങ്ങ് ഞാൻ ഊറ്റട്ടെ. ഇന്ന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് എൻ്റെ മാമൻ മരണപ്പെട്ടിട്ട് 18 വർഷം തികഞ്ഞു കേട്ടോ. എൻ്റെ അമ്മയുടെ നേരെ ഇളയ സഹോദരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊടിയമ്മാമൻ മരണപ്പെട്ടിട്ട് ഇന്ന് കർക്കിടകം 1-ാം തീയതി. ഞാൻ മാത്രം അറിയുന്നില്ല. ഞങ്ങൾ താഴെയാണല്ലോ. മാമൻ്റെ വീടങ്ങ് മേലാണ്. മാമന് സുഖമില്ലാതെ മാമനെ കൊണ്ടുപോയി. കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നേ എന്നെയല്ല ദൈവം ഓട്ടിച്ചണക്ക് ഞാൻ അവിടെ പോയി മാമനെ കണ്ടു. ആശുപത്രി കൊണ്ടുപോകുന്നതിനും തൊട്ട് മുന്നേ. അതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, നമുക്കൊരു ലക്കാണ് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ മാമനെ കണ്ടായിരുന്നു. അപ്പോൾ മാമനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെ മാമൻ കർക്കിടകം 1-ാം തീയതി. അന്ന് പെരുമഴയാണ്. പെരുമഴ വൈകിട്ടൊക്കെ അങ്ങ് തകർത്ത് പെയ്യുന്നു. എനിക്ക് ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നു മാമൻ്റെ കാര്യം. ഞാനിവിടെ നിന്ന് എങ്ങനെ കരഞ്ഞ് അവിടെ മാമൻ്റെ വീട്ടിലെത്തിയെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് മാമിയാർ അങ്ങനെയൊക്കെ കുറച്ച് പേരിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒന്നും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അറിഞ്ഞില്ല എന്നുള്ള ഒരിതിൽ. അപ്പോൾ ഞാനങ്ങ് കാര്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കിടന്ന് കാര്യം ആ മാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അത്രയും 3 മാമന്മാരുണ്ട്. 3 മാമന്മാരും നമുക്കൊരുപോലെ ആണ്. എന്നാലും ഈ മാമൻ ആറ്റിങ്ങൽ ഞങ്ങൾ താമസിക്കുമ്പോൾ മാമൻ ഞങ്ങളെ കൂടെ മാമനുണ്ടായിരുന്നു. എന്തോ അങ്ങനെ ഒത്തിരി വ്യത്യാസം നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു മാമനും കൂടിയാണ് ആ മാമൻ. ആ മാമൻ നമ്മളെ വിട്ടു പോയിട്ട് നമ്മുടെ കുടുംബം എല്ലാവരെയും വിട്ട് പിരിഞ്ഞിട്ട് മാമൻ വിട്ട് പിരിഞ്ഞിട്ട് 18 വർഷം.
ആ കുടുംബത്തിലും മാമൻ ഗൃഹനാഥൻ വിട്ടു പോകുമ്പോഴത്തേക്ക് ആ മാമിക്കും മക്കൾക്കും അതൊരു കുറവ് തന്നെയല്ലേ. ആ മാമിക്കും മക്കൾക്കും മാത്രമല്ല, ഞങ്ങളെ കുടുംബത്തിനൊരു വല്ലാത്ത കുറവ് തന്നെ. എൻ്റെ അമ്മയുടെ നേരെ ഇളയ സഹോദരനാണ്. അമ്മയുടെ അങ്ങനെ ഇനി അങ്ങനെ ഓരോ ഇത് ഓർമ്മിക്കും. അത് മാമൻ്റെ വായനയായിരിക്കും അമ്പലത്തിൽ. മാമൻ്റെ ഒരു വായന എല്ലാ വർഷവും അമ്പലത്തിൽ നടക്കും. അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടൊരു പോയില്ല. എല്ലാ വർഷവും അവർ ആണ്ട് നടത്തി, ഇത്ര വർഷം നടത്തിയവർ നിർത്തി. എന്നാലും ആ ഒരു ദിവസം വരുമ്പോൾ എത്രയായാലും ഭഗവാനെ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് അപ്പം ഞാൻ കിഴങ്ങ് ഒന്ന് ഇളക്കട്ടെ. നല്ലപോലെ വേവുന്ന കപ്പാണ് കേട്ടോ. നല്ലപോലെ വേവുന്ന കപ്പാണ്. വയലിക്കിഴങ്ങാണ്. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒട്ടും വേവത്തുമില്ല, ഒന്നുമില്ല. നല്ല സൂപ്പറായിട്ട് വേവുന്ന കിഴങ്ങ്, നല്ല പുഴുങ്ങാൻ പറ്റിയ കിഴങ്ങാണത്. കണ്ടോ, നല്ല കപ്പ കണക്കിരിക്കുന്നത്. നല്ല കപ്പ കണക്കല്ല, നല്ല പുട്ട് കണക്ക്, നല്ല സൂപ്പർ അടിപൊളി കേട്ടോ. അപ്പം നമ്മുടെ കപ്പ ഉണ്ടോ, നല്ല സൂപ്പർ. ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല പുഴുങ്ങുന്ന കപ്പയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ കപ്പ. ഇപ്പം ചിക്കൻ്റെയും ഗ്യാസ് ഓഫ് ചെയ്തു. ഈ കണ്ടു, നമ്മുടെ സൂപ്പർ ചിക്കൻ കറി കണ്ടു. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ അല്ലേ? അല്ലെങ്കിൽ എല്ലാം പറയണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അല്ലെന്ന് പറയണം. നല്ല സൂപ്പർ ചിക്കൻ കറിയും ഈ കപ്പയും, എന്താ കോമ്പിനേഷൻ, കൊള്ളാമോ? ഇതുണ്ടോ, ഇത് കണ്ടോ, സൂപ്പർ ചിക്കൻ കറിയും കപ്പയും കൊള്ളാമോ? അപ്പം ഇതാണ് നമ്മുടെ കർക്കിടകം 1-ാം തീയതിയിലത്തെ നമ്മുടെ ചിക്കൻ കറിയുടെ ചോറ് വെച്ചു, കപ്പ വെച്ചു, അടച്ചിടാം. ചോറും കപ്പയും ചിക്കൻ കറിയും, പിന്നെ മാങ്ങയുണ്ട്, നാരങ്ങക്കറിയുണ്ട്, ഒക്കെ ഇരിപ്പുണ്ട്, പിന്നെ മോര് കറിയുണ്ട്. പോരെ, ധാരാളമല്ലേ? ഇതെന്നെ ധാരാളം. അപ്പം വൈകിട്ടിന് നമ്മുടെ ക്ഷേത്രത്തിൽ കയറി പോകണം. ഇത് നമ്മുടെ ഉച്ചക്കലത്തെ ഒരു കിച്ചൺ വീഡിയോയാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്താണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻ്റ് ഇടാത്തെന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നിങ്ങൾ കമൻ്റ് ഇടാത്തത്? എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കൂ. എനിക്ക് വിഷമമുണ്ട് നിങ്ങൾ കമൻ്റ് ഇടാത്തതിൽ, ഒത്തിരി വിഷമമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ കാണുന്നുണ്ട്, ഞാൻ കമൻ്റ് ഇടുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ കൂടി ഒന്ന് പരിഗണിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ. ടാറ്റാ ബൈ. മറക്കല്ലേ കൂട്ടുകാരെ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.